ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് കേട്ടോ. ഇതവളെ എനിക്ക് ലാസ്റ്റ് അയച്ച മെസ്സേജ്. നല്ല ഈ സൗണ്ട് ഇവിടെ കേട്ട് നല്ല പരിചയമുണ്ടാ. ഒരുപോലെ കുറെ സൗണ്ട് ഇല്ലേ? ഇല്ല നല്ല പരിചയമുണ്ട്. അതോടെ അളിയാൻ പറ, എന്റെ ക്യാരക്ടറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ച് പറ. ഇവിടെ എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് കെട്ടിച്ചത്. എന്നാലും നിങ്ങൾ എങ്ങനെ ബ്രേക്കപ്പ് ആയേ? അത് പറയാതിരിക്കുന്ന നല്ലത്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ജോലി കിട്ടി, അവൾ ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, ഫോൺ വിളിച്ചാൽ മറുപടി ഇല്ല, ഒന്നുമില്ല. നൈസായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തതാ. സംഭവം വേറെ ഒന്നും അല്ല, അവളും വേറെ ഒരുത്തനായിട്ട് കമ്പനി ആയത്. അതൊക്കെ നമ്മൾ അറിഞ്ഞു. പിന്നെ കുറച്ചു കാലം അങ്ങനെ പോയി. അത് കഴിയുമ്പോൾ ഓരോ 6 മാസം കൂടുമ്പോൾ അവൾ ഇതുകൂടി മെസ്സേജ് അയക്കും. എന്നിട്ട് കുറച്ച് കളയുമ്പോൾ അൺബ്ലോക്ക് ചെയ്യും. ഇതാണ് അവളുടെ പരിപാടി. ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അവൾ ഇതുവരെ ബ്രേക്കപ്പ് ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ മറ്റേതിന്റെ തോന്നലും ആവാൻ. തോന്നലൊന്നും അല്ല. ഇപ്പൊ ഞാൻ കണ്ടതോ അവള് അവനോടുള്ള ഫോട്ടോസ്. അവളുടെ വിചാരം ഞാനിവിടെ വിഷമിച്ചിരിക്കുവാന്ന്. എനിക്കെന്ത് വിഷമം? അവൾക്ക് അവനെ പോലെ ഒരു തന്നെ കിട്ടണം. ഇത് കേട്ടാ തോന്നല്ലോടാ ഞാൻ അവളെ അടിച്ചോണ്ട് പോയെന്ന്. നിക്കടാ പിണങ്ങാതെ. നമ്മൾ പഠിച്ചു കാണുന്നതിന് മുമ്പേ ഇനി ആ നല്ല രീതിക്ക് എവിടെ വെച്ച് കണ്ടു. നിങ്ങൾ കുറെ നേരമായല്ലോ കണ്ടിട്ടുണ്ട്, സൗണ്ട് കേട്ടിട്ടുണ്ട്. എന്നെ എവിടെ വെച്ച് കാണാൻ? അത് വിട്, എനിക്ക് തോന്നിയതായിരിക്കും. ഇങ്ങനെ കുറെ അവന്മാരുണ്ട്, വിളിച്ചാൽ പോകാൻ കുറെ പെണ്ണുങ്ങളുണ്ട്. അങ്ങനല്ല, നല്ല പെമ്പിള്ളേരുണ്ട്. കളിയനാണ് ഈ അവസരത്തിൽ എന്ത് ചെയ്തത്? അവൻ എവിടാന്ന് കണ്ടുപിടിച്ച് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം കൊടുത്തേനെ അവന്. അതിനുവേണ്ടി ഉടനെ ഇവിടെ കണ്ടവന്റെ പാത്രത്തിൽ കഴിയോ നാളെ ചെറ്റ്. പിന്നെ അവക്കുള്ള എന്റെ മറുപടി നീയാ.